പക്ഷേ തഹാവൂർ ഹുസൈൻ റാണ ഇപ്പോൾ NIA കസ്റ്റഡിയിലാണ്. അമേരിക്കയിൽ നിന്ന് കോടതിയുടെ ഇന്ത്യക്ക് വിട്ട് നൽകണം എന്നുള്ള ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് അമേരിക്കൻ കോടതി ഇന്ത്യക്ക് നൽകി. മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനാണ്. റാണ പറയുന്ന ചില കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് P. ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്നുള്ളത്. ഈ റാണ ഈ മുംബൈ ഭീകരാക്രമണത്തിന് ഒരു മാസം മുൻപ് കേരളത്തിൽ വരികയും കൊച്ചിയിലെ താജ് ഹോട്ടലിൽ താമസിക്കുകയും ആലുവക്കാരനായ നിരോധിത സംഘടനയിലെ ഒരാളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. മാത്രമല്ല ദുബായിലിരുന്നാണ് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. അവിടെയുള്ള മലയാളികളായ പ്രവാസികളും ഇയാൾക്കൊപ്പം 2008 ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാണയുമായി കേരളത്തിലേക്ക് തെളിവെടുപ്പിനായും മറ്റു കാര്യങ്ങൾക്കായും ചില മലയാളികളെ കൂടി പിടികൂടാനുമായി NIA വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആലുവക്കാരുമായുള്ള റാണയുടെ ബന്ധം എങ്ങനെയാണ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മലയാളികളുമായി എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ വന്ന് ഒരു തീവ്രവാദ റിക്രൂട്ടിങ്ങിനായി ഇവിടെ വന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് റാണയോട് ആരാണ് പറഞ്ഞത്? ഇത് കേരളത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വിഷയം കേരളത്തിന് വലിയ തരത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നായി മാറിത്തീരും. കാരണം ചിലപ്പോൾ ഏതെങ്കിലും മലയാളി ഇദ്ദേഹവുമായി സംസാരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ പൊതുവെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബോംബെയിലെ ഈ ഭീകരാക്രമണത്തെ ഒരു കാരണവശാലും അനുകൂലിക്കാനായിട്ട് കഴിയില്ല. ഒരു കാരണവശാലും ഇന്ത്യക്കാരൻ ആയ ഏതൊരു മനുഷ്യനും അവൻ്റെ ജാതി ഏതെന്നുള്ള പ്രശ്നമല്ല, അവനൊരിക്കലും അവൻ്റെ രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനനുകൂലമായ നിലപാടെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ റാണ ഇവിടെ എത്തിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പഴയകാല ഇടപെടൽ അതിൽ മലയാളികളുണ്ട്. ഇപ്പോൾ ആലുവക്കാരനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് ഊഹാപോഹങ്ങളുടെ പുകമറയിൽ നമ്മളുടെ അടുത്തെത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഉള്ള ഒരാൾ ഇതിൻ്റെ സൂത്രധാരകന്മാരുടെ കൂടെ നടന്നിരുന്ന ഒരുത്തനാണ്. സൂത്രധാരനായിരിക്കില്ല. പക്ഷേ അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് കൂടി വലിയ തരത്തിൽ ഉപദ്രവം ഉണ്ടാക്കാൻ പോകുന്ന വാർത്തയായിട്ട് വരാൻ പോവുകയാണ്. എന്താണ് സംഭവിച്ചുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല അതുകൂടാതെ ഏതൊരു സ്ത്രീയും ഇതിനകത്തുണ്ടായിരുന്നു എന്ന് വാർത്തകൾ ഇങ്ങനെയുണ്ട്. അത് സ്ഥിരീകരിക്കുന്നതുവരെ നമുക്കൊരു ഭീഷണിയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ആളാണ് അതും എന്നതും ഈ വാർത്തകളോടൊപ്പം തന്നെ ചേർത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വാർത്തകൾക്ക് ലക്കും ലഗാനുമില്ലാത്ത സഞ്ചാരമുള്ളതിൻ്റെ പേരിൽ ഇതിലെന്ത് ശരി എന്ത് തെറ്റ് എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഇത്രത്തോളം വന്നിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തുന്നതും നമുക്ക് അപകടകരവുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ P. ജയരാജൻ പറഞ്ഞ ആ തീവ്രവാദികളുടെ ഹബ്ബ് എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക്, അത് ഒരു 4, 5, 6 അല്ലെങ്കിൽ 10 പേരൊക്കെ ഉണ്ടായാൽ പോലും അത്രമാത്രം നമുക്കത് അപകടം ഉണ്ടാക്കുന്ന സംഭവമാണ്. ശരി. പക്ഷേ ഈ തഹാവൂർ റാണയും ഇയാളുടെ ഇത് ആസൂത്രണം ചെയ്യുന്ന ഹെഡ്ലി എന്ന് പറയുന്ന 2 പേര്, ഇപ്പോൾ ഇവർ 2 പേരും ഇന്ത്യയിൽ വന്ന് മുംബൈയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ഈ റാണയുടെ അച്ഛൻ പാകിസ്ഥാനിൽ നയതന്ത്ര പ്രതിനിധിയായിരുന്നു. ഇയാൾ അവിടുത്തെ ആർമി സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് പാകിസ്ഥാൻ ആർമിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ നൽകിയതിന് ശേഷമാണ് ഇയാൾ ഇന്ത്യയിലെത്തുന്നതും ഇന്ത്യയിൽ ഈ ബിസിനസ് തുടങ്ങുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് പിന്നെ ഇന്ത്യയെ ആക്രമിക്കണം. മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നൊരു മഹാദുരന്തമാണ്. നമുക്കൊന്നും ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരു ദിവസമാണ് ആ ദിവസം ആസൂത്രണം ചെയ്തത്. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. ഇത് വയ്ക്കുമ്പോൾ ഇയാളുടെ ഈ ഡീറ്റെയിൽസ്, ഹെഡ്ലിയുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ വയ്ക്കുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കാതെയാണ് ഇവർക്കൊക്കെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്ന ഒരാൾക്ക് ഇവിടെ ബിസിനസ് തുടങ്ങാനുള്ള അവസരം നൽകിയത്. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടുള്ളതായിരിക്കുമോ അതോ അറിയാതെ സംഭവിച്ച കാര്യമായിരിക്കുമോ?
അത് അറിഞ്ഞുകൊണ്ട് സംഭവിക്കാനുള്ള സാധ്യതയില്ല. നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ നിലനിൽക്കുന്ന രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനമായിരിക്കും. അറിയാതെ ആയിരിക്കും. കാരണം നമ്മളുടെ എന്താണ് ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്ത് നിന്ന് ഒരു പൗരന് മറ്റൊരു രാജ്യത്തേക്ക് വരാനും പോകാനുമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും പാസ്പോർട്ട്, അതുപോലെ തന്നെ വിസ, ഇത്തരം കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്തും അവർക്കതിന് അംഗീകാരം കിട്ടുന്ന സമയത്തൊക്കെ നല്ല അന്വേഷണങ്ങൾ മിക്കവാറും സാധാരണയിൽ നടക്കാറുണ്ട്. അങ്ങനെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം, ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇദ്ദേഹത്തിനിവിടെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. നമ്മളുടെ എത്രയോ ആളുകൾ പുറത്തുപോയി ബിസിനസ് ചെയ്യും. പക്ഷെ മാഷ്, നമ്മുടെയൊക്കെ പാസ്പോർട്ടിൽ ഇറാഖിലേക്ക് പോകാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാസ്പോർട്ടിലുണ്ട്. ഇപ്പോൾ അത് മാറ്റിയെന്ന് എനിക്കറിയില്ല. പാകിസ്ഥാനിൽ പിന്നെ ഒരു പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇന്ത്യയുടെ ശത്രുരാജ്യമായാണ് കാണുന്നത്. അവിടുത്തെ ആർമിയിൽ ക്യാപ്റ്റനായിരുന്ന ഒരാൾ ഇവിടെ ബിസിനസ് തുടങ്ങാൻ വരുന്നു എന്ന് പറയുമ്പോൾ അന്ന് വിദേശകാര്യ മന്ത്രിയായിരുന്നത് ഈ അഹമ്മദ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഇത് വരുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഒരു ശ്രദ്ധയില്ലാതെ പോയത്? പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛന് പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായി ബന്ധമുണ്ട്, നയതന്ത്ര പ്രതിനിധിയാണ്, ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ആൾക്ക് അതിലേറെ ബന്ധമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ബന്ധമൊക്കെ ഉണ്ടായിട്ടും ഇയാൾ വന്നിരുന്ന് ഇന്ത്യയെ തകർക്കണമെന്ന് പ്ലാൻ ചെയ്തത് ഇന്ത്യയിൽ വന്നിരുന്നിട്ടാണ്. അപ്പോൾ ഇത് ശ്രദ്ധക്കുറവാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ശ്രദ്ധക്കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ നടപടി ക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു നമുക്കറിയാം. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവരൊക്കെ ആയിട്ട് എന്നുവെച്ചാൽ നമ്മളുടെ അയൽ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല സൗഹൃദം ഉണ്ടാക്കുന്നതാണ് നമുക്കിഷ്ടമുള്ളൊരു കാര്യം. പക്ഷേ അയൽ രാജ്യങ്ങൾ അങ്ങനെ നിൽക്കാൻ തയ്യാറല്ലാതിരിക്കുകയും നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തിരിച്ചടിക്കും. അതാണ് നമ്മുടെ രീതി. അതാണ് ആ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിനെ വളരെ ബോധപൂർവം മിസ്യൂസ് ചെയ്യാനായിട്ട് ചില ആളുകൾ ശ്രമിച്ചാൽ, ഈ സ്പൈ വർക്കിൻ്റെ പ്രോസസ്സാണ്. സ്പൈ അല്ലെങ്കിൽ ചാരൻ എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന ആൾ എപ്പോഴും എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഈ സ്പൈ വർക്കുകളുമായി ബന്ധപ്പെട്ട കഥകളിൽ നമുക്ക് മനസ്സിലായി. വളരെ കൗശലപൂർവ്വമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്ന സംവിധാനങ്ങളെ കബളിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള രീതിയിൽ പിന്നീട് പ്രവർത്തിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ചാരന്മാർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചാര്യമാർ എന്നുവെച്ചാൽ പെണ്ണുങ്ങളാണ് ഈ സ്പൈസ് വർക്കിന് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഇയാൾ ഇവിടെ വന്ന് പ്ലാൻ ചെയ്ത് അയാൾ തന്നെ അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച് ഇത് തകർത്ത് തരിപ്പണമാക്കാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മളെ ഇപ്പോൾ ഈ കഥകളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇനിയും ഇതൊക്കെ വേണമെങ്കിൽ സംഭവിച്ചേക്കാം. ഇത് സംഭവിക്കാതിരിക്കണം എങ്കിൽ ഒന്ന്, ഈ അയൽ രാജ്യങ്ങളുമായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി തന്ത്രപരമായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. ഇതിൻ്റെ ഒരു ശത്രുത ഉണ്ടല്ലോ, ഒരുതരം പകപോക്കൽ. ഇതൊരുതരം പകപോക്കലിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ തന്നെ ജീവിതം കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എത്രയോ ഭീകരമായ ഒരു മനസ്സ് ഉള്ള മനുഷ്യനായിരിക്കണം റാണ, എങ്കിൽ മാത്രമേ അയാൾക്കിത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ അയാൾ ചെയ്തു, കണ്ടെടുക്കപ്പെട്ടു, അയാൾ പിടിക്കപ്പെട്ടു. ഇപ്പോഴാണ് നമുക്ക് അയാളെ ഒന്ന് പരിശോധിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് അയാളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അന്വേഷണം നടത്തി കഴിയുമ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മാത്രമാണ് നമുക്ക് നമ്മളെ സംശയത്തിൻ്റെ മുൻമുനയിൽ നിർത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇത് ആലുവക്കാരൻ ഉണ്ട്, ഒരു സ്ത്രീ, സിനിമാ നടി എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറയുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുകയും അതിലെത്രത്തോളം ശരിയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഞെട്ടലിൽ നിന്ന് തന്നെ വിമുക്തമാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.